കോന്നി മെഡിക്കൽ കോളേജിൽ സർജറി വിഭാഗത്തിൽ നോട്ടീസ് പതിച്ച സംഭവത്തിൽ ഡോക്ടർ ശിവപ്രസാദിന് മെമ്മോ. ഡോക്ടർ ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായി തള്ളി ആശുപത്രി സൂപ്രണ്ട് എ ഷാജി. ഡോക്ടർ ശിവപ്രസാദ് അടിയന്തരമായി മെമ്മോയ്ക്ക് മറുപടി നൽകണമെന്ന് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. ഇവിടെ വേണ്ടത്ര ഉപകരണങ്ങളില്ല, ചികിത്സിച്ചാൽ ജീവഹാനി വരെ വന്നേക്കാം. കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സർജറി വിഭാഗം മേധാവിയായ ഡോക്ടർ ബുധനാഴ്ച തന്റെ ഓഫീസ് മുന്നിൽ പതിച്ച നോട്ടീസിലെ വാചകമാണ് ഇത്. സർജറി വിഭാഗം മേധാവി ഡോക്ടർ കെ ശിവപ്രസാദാണ് ഇങ്ങനെ ഒട്ടിച്ചത്. സംഭവം വിവാദമായതോടെ അധികൃതർ നോട്ടീസ് കീറിക്കളഞ്ഞു. ഡോക്ടറോട് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എസ് ഷാജി വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് എന്നും എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ട വകുപ്പ് മേധാവിയെയും മന്ത്രിയെയും അടക്കം അറിയിച്ചു എന്ന് സൂപ്രണ്ട് പറഞ്ഞു. ഇപ്പോൾ ഒരു മെമ്മോ തയ്യാറാക്കിയിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് മറുപടി പറയണം. ഏത് സാഹചര്യത്തിലാണ് നിങ്ങളിങ്ങനെ ഒരു സമ്മതപത്രം രോഗികളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയതെന്ന് പ്രിൻസിപ്പളാണ് അതിൻ്റെ അധികാരി. അപ്പം സൂപ്രണ്ട് എന്ന നിലയിൽ ഞാനിപ്പോൾ മാഡത്തെ കണ്ട്, അപ്പോൾ മാഡം പറഞ്ഞ് ഇപ്പോൾ ഒരു മെമ്മോ ഇപ്പോൾ അടിച്ചു കൊടുക്കുകയാണ്. DME എന്തെങ്കിലും വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ? DME തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന ഓരോ സംഭവവും നമ്മൾ മുകളിലോട്ട് അറിയിക്കണം. DME അറിയിച്ച് ഇന്നലെ വിളിച്ചിരുന്നു, മിനിസ്റ്റർ വിളിച്ചിരുന്നു. എല്ലാവരും നമ്മൾ ആൻസറബിൾ ആണ് ഇതിനെല്ലാം. ഈ വന്യമൃഗ ശല്യം എന്നൊക്കെ പറയാം, സർജറി അത് നമ്മൾ ഫോറസ്റ്റ് ഏരിയ അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ ബൗണ്ടറി വോള് ഇതെല്ലാം കംപ്ലീറ്റ് ആയി. ആൾമോസ്റ്റ് ഒരു 95% ബൗണ്ടറി വോള് കംപ്ലീറ്റ് ആയി. ഈ അടുത്തിടെ ഒന്നുള്ള ഇതിനകത്തൊന്നും കയറിയിട്ടില്ല. കുറെ പട്ടികളുണ്ടെന്നുള്ള അല്ലാതെ വേറെ ഒന്നുമില്ല, വന്യമൃഗങ്ങളായിട്ടൊന്നുമില്ല. പുള്ളിക്ക് ഇനി 5 വർഷത്തോളം ഉണ്ട്. ഇതിനകത്ത് മന്ത്രി അദ്ദേഹം കോട്ട് ചെയ്യുന്നു, മന്ത്രിയുടെ പ്രസ്താവന കൊണ്ടാണ് താൻ ഇങ്ങനെ ചെയ്തത്. അത് മന്ത്രിയെ അല്ല, അങ്ങനെ നമ്മളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയാനുള്ള അധികാരമില്ല. മറ്റെന്തെങ്കിലും താല്പര്യം കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തതെന്ന് അല്ല, അത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഓരോരുത്തരുടെ ഇതല്ലേ. മന്ത്രി പറഞ്ഞതിന് മുൻപേ ഇദ്ദേഹം നടപടി നേരിട്ടിട്ടുള്ള ആളാണ്. അത് ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. പുള്ളിനെ ഞാൻ ഇപ്പോഴാണ് പരിചയപ്പെടുന്നത്. ഉച്ചകഴിഞ്ഞ രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിനും അങ്ങനെ 24 hour ഇവിടെ ഇതുണ്ട്, ചികിത്സയുണ്ട്, എല്ലാവർക്കും ഉണ്ട്.